ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള വടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്. 15 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള വട തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വാങ്ങിയപ്പോൾ വറുത്ത റവയെന്ന് എഴുതിയിട്ടുണ്ട്, അതിനുശേഷം വറുത്തൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 നുള്ളു ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ചേർത്താൽ വട കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നോക്കുക, വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. വെള്ളം കൂടി പോവരുത്. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ മാവ് അരച്ചെടുക്കില്ലേ, അതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കാൻ. അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് റെഡിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളത്തിൻ്റെ അത്ര ഇല്ല കേട്ടോ, കുറച്ചൊക്കെ റവ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുക. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കില്ലേ, അത്രയും സൈസിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോളുണ്ടാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വടയുടെ ഷേപ്പായി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. തീ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്ക് ഇടുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയിടരുത്, എന്നാൽ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകമൊന്നും വെന്തും കിട്ടില്ല. ഓറഞ്ച് ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴെയും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ചെറിയ ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.